കാട്ടാന ആക്രമണത്തിൽ എൽദോസ് എന്ന യുവാവ് കൊല്ലപ്പെട്ടതിന്റെ ആശങ്ക മാറാതെ കോതമംഗലത്തെ മലയോര ഗ്രാമം. വനംവകുപ്പിന്റെ മാത്രമല്ല സർക്കാരിന്റെ മുഴുവൻ അവഗണനയും ഏറ്റുവാങ്ങുന്നവരാണ് കുട്ടമ്പുഴയിലെയും ഉരുളൻതണിയിലെയും പിണവൂർക്കുടിയിലെയും താമസക്കാർ. 6 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ല, വീട്ടിലേക്കെത്താൻ വഴിയില്ല, വഴിവിളക്കില്ല. കോതമംഗലത്തെ മലയോര മേഖലയിലൂടെ റിപ്പോർട്ടർ അന്വേഷണം തുടരുകയാണ്. നോക്കാം. ഉരുളൻതണ്ണിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് എന്ന യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഭീതി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് ഉരുളൻതണ്ണിക്ക് അടുത്ത് തന്നെ പിണവർക്കുടിക്ക് സമീപം വെളിയത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു 10-15 വീട്ടുകാരോളം ഉണ്ട്. വനത്തിനാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണുള്ളത്. 15-ന് മുകളിലുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു ഭീതി എന്ന് പറയുന്നത് നേരം സന്ധ്യ കഴിഞ്ഞാൽ ആന എപ്പോഴും ഇറങ്ങാവുന്ന ഒരു സ്ഥലമാണ്. ഈ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. എൻ്റെ വീടിന് മുറ്റത്ത് നിന്ന വാഴ വരെ ആന പറിച്ചുകൊണ്ട് പോയി. ഈ കാണുന്നത് ഇവിടെ എല്ലാം തെങ്ങ് വെച്ചിരുന്നതാണ്. ഒറ്റ തെങ്ങില്ല, അടയ്ക്കാമ്പരവും ഇല്ല. റബ്ബറിൻ്റെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു. റബ്ബറുണ്ട്, ഇപ്പോഴും റബ്ബറുണ്ട്. റബ്ബർ വരെ ഒടിച്ച് ആന തീറ്റയാണ്. റബ്ബർ ഒടിച്ച് തിന്നുന്നുണ്ട്. പിന്നെ ഇപ്പം എന്നാ വെച്ചാൽ കുരുമുളകിനോട് മാത്രം വലിയ ശല്യമില്ല. അത് ഈ മുള്ളുള്ള മുരിക്കായുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. മുരിക്കിന് മുള്ളുള്ള കാരണം അത് മാത്രം കളയുന്നില്ല. കൊക്കോ ഒടിച്ച് തിന്നും. ഞാനവിടെ ഒരു 10-300 കൂടെ കപ്പ ഇട്ടു. കാട്ടുപന്നിക്കുടെ സംരക്ഷണമായിട്ട് വയലിയും വലയെല്ലാം കെട്ടി സംരക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആന വന്ന് വേലി പൊളിച്ചു. അയലോകത്തെ പുറമെ നിന്ന് അടയ്ക്കാമരം തള്ളിയിട്ട് വേലി പൊളിച്ചു. ആ പുറകെ പന്നി കയറി മൊത്തം അതും കൊണ്ടുപോയി. ഇവിടെ ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റില്ല. ഈ ഭാഗത്തേക്കെല്ലാം നിങ്ങൾക്ക് വരേണ്ട ഒരു വഴി എന്ന് പറയുന്നത് ഈ ഒരു വഴിയാണല്ലേ? പിന്നെ ഈ ഒരു വഴിക്ക് ഇങ്ങനെ വണ്ടിയേ വരുള്ളൂ. പിന്നെ അപ്പുറത്തോടെ കയറി വരും. അപ്പുറത്തോടെ കയറി വന്നാൽ ഇവിടെ കാണാം. ഇവിടെ വനത്തിനുള്ളിൽ കൂടെ അവിടെ ആന ഉണ്ടാവും. ലൈറ്റ് അടിക്കുമ്പോൾ ആന നമ്മുടെ നേരെ നോക്കുമല്ല, കഴിഞ്ഞ് ആന തിരിച്ചു പോകാറില്ല. ഞാൻ 2-3 പ്രാവശ്യം രാത്രി എഴുന്നേറ്റ് ലൈറ്റ് അടിച്ചു. എന്നിട്ട് ലൈറ്റിൻ്റെ വെട്ടത്ത് നമ്മളെ നോക്കി നിൽക്കുക. 5 മണിക്ക് പകൽ ഓടി വന്നു ആനത്തോട്ടത്തിലേക്ക്. പകല് എന്ത് ചെയ്യും? പകലേ നമ്മൾ പേടിച്ചുപോയി. ആനേനെ കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടേ? കളിക്കാൻ പോകുമ്പോ അവിടെ വെച്ച് കണ്ടായിരുന്നു. ഈ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വഴിവിളക്കില്ല, വെളിച്ചമില്ല, റോഡില്ല. ഒപ്പം തന്നെ ആനയുടെ ഈ വന്യമൃഗങ്ങളുടെ ഭീതിയിലാണ്. കൃഷിയിൽ എന്ത് കൃഷി ചെയ്താലും അതൊന്നും വിളവെടുക്കാനുള്ളൊരു സാധ്യത പോലും ഇല്ല. അതൊന്ന് കിളിന്ത് വരുമ്പോൾ തന്നെ ആന പൊട്ടിച്ച് തിന്നും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാധാരണഗതിയിൽ വരുമ്പോൾ ആനയെ കാണാറുണ്ടോ? ആനയെ കാണാറുണ്ട്. ആനയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു നല്ല ശക്തമായ ഫെൻസിങ് ഞങ്ങളുടെ ഈ വെളിയത്തുപറമ്പിൽ ഇട്ട് തരണമെന്ന്. ഈ വെളിയത്തുപറമ്പ് റോഡിൽ കൂടെ അല്ലാതെ ഞങ്ങൾക്കൊരു മെഡിക്കൽ വന്നാൽ രാത്രി പോകാൻ വേറൊരു സ്ഥലമില്ല. അല്ലെ ആൾക്കാരെ എടുത്ത് കെട്ടിച്ചുമന്നുകൊണ്ട് ഒരു അറ്റാക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിനെ എങ്ങനെ നമ്മൾ രാത്രിയിൽ കൊണ്ടുപോകും? ഇതുവഴി ആംബുലൻസ് വന്നാൽ ആംബുലൻസ് വേറൊരു സർവീസിന് പോയിട്ടില്ല എങ്കിൽ മാത്രമാണ് ആംബുലൻസ് വരികയുള്ളൂ. ആംബുലൻസിനേനും വേണമെങ്കിൽ ആനയ്ക്ക് ഒരു കൊമ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറിച്ചിടാൻ ഉറപ്പായിട്ടും. ഈ റോഡ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് 4 മാസമായതുള്ളൂ. ഈ റോഡ് പണിതിട്ട് അതിന് മുമ്പ് പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായിട്ട് കിടന്നു. കോൺക്രീറ്റ് ചെയ്തേക്കുന്നതും ഈ പകുതി വരെയുള്ളൂ. അത് അവിടം വരെ ഉള്ളൂ. അതിനിടയ്ക്ക് കുഴിയൊക്കെ ഉണ്ട്. ഓട്ടോറിക്ഷയും കൊണ്ട് പോയാൽ തന്നെ നമ്മളിങ്ങനെ ചെരിഞ്ഞു പോകും. നമ്മൾ പേടിച്ചാണ് അതിൽ പോകുന്നത്. വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ, വഴിയില്ല, വെളിച്ചമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇവിടെ നിന്ന് ഈ നാട് വിട്ടു പോകേണ്ട ഒരവസ്ഥയിലേക്ക് ഈ പ്രദേശത്തുകാർ എത്തി നിൽക്കുകയാണ്. എൽദോസിന്റെ മരണത്തെ തുടർന്ന് ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ഈ പല വിഷയങ്ങളുടെയും നേർചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ അത്തരം റിപ്പോർട്ടുകളുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് CP വിജേഷിനൊപ്പം സൈഫുന്നിസ അലിയാർ, റിപ്പോർട്ടർ, കൊച്ചി.